ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് സമയം തന്നത് പോരാന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഒരു 10-40 സ്ഥാനാർത്ഥികളെ അവരാവശ്യപ്പെട്ട ശേഷം കൂടി അവർ എത്താൻ സാധിച്ചില്ല. പക്ഷേ എന്നാലും എനിക്ക് നമ്മളുടെ സംസ്ഥാനത്തിന്റെ മൊത്തം ജനങ്ങളുടെ ഒരു മൂഡ് അസസ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ടായിരുന്നു. ഞാനിത് കണ്ടിരിക്കുന്നത് ശരിക്ക് ഒരു വിഹാരമുണ്ട്. UDFന്റെ പുറകെയാണ്. മൊമെന്റം ഇസ് വിത്ത് അസ്. ഞങ്ങൾ മുന്നോട്ട് പോവും, ഒരു സംശയവുമില്ലാതെ. ഈ വരാൻ പോകുന്ന ഏപ്രിൽ 9 ജനങ്ങൾ UDF സർക്കാരിനെ എലക്ട് ചെയ്യും. അത് നമ്മൾ മെയ് 4 വരെ കാത്തിരിക്കണം അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ. പക്ഷേ എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു UDF സർക്കാർ കാണുന്നതാണ് എന്റെ വിശ്വാസം. അതിന് പല കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പോകുന്ന എല്ലാവരുടെയും ജനങ്ങൾക്ക് ഒരു ആന്റി ഇൻകംബൻസി ഫീലിംഗ് ഉണ്ട് എന്നൊരു സംശയവും വേണ്ട. ജനങ്ങൾക്ക് തോന്നി ഈ 10 വർഷക്കാലത്തിന്റെ ദുർഭരണം കണ്ടിട്ട് ആൾക്കാർ മടുത്തുപോയി. അവരുടെ കുറവുകളും കുഴപ്പങ്ങളും അവര് അഴിമതി ആരോപണങ്ങളും ഇതെല്ലാം കേട്ടിട്ട് ആൾക്കാർക്ക് ഇതെല്ലാം കണ്ടിട്ട് കുറച്ച് മതിയായി ഒരു ജനറൽ ഫീലിംഗ് എല്ലാവിടെയും കിട്ടി. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ സന്ദേശത്തിന് വേണ്ടി ഒരു പൂർണ്ണ പിന്തുണ എല്ലാവിടെയും കാണാൻ സാധിച്ചു. ഭയങ്കര ആവേശം എല്ലാവിടെയും. പ്രത്യേകിച്ച് ഒരു സന്തോഷമുള്ളത് നമ്മുടെ ചെറുപ്പക്കാർ ഇറങ്ങി വരലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പുറകെ ഓടലും ഷിയർ ചെയ്യണതും അവരുടെ ആ ആവേശവും ആ ഊർജയും കാണുമ്പോൾ എന്റെ ആത്മവിശ്വാസവും എല്ലാ ദിനവും കൂടി. മൂന്നാമത്തെ ഒരു നല്ലൊരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ. ഞാൻ കുറെ ഇപ്പോൾ 10-17 വർഷം എല്ലാവരുടെയും ഇറങ്ങുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഞാൻ ഈ തവണ കണ്ട ഒരു പ്രത്യേകിച്ച് ഒരു നല്ല കാര്യമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യം. പറഞ്ഞാല് ടിക്കറ്റ് വിതരണ വിഷയത്തിൽ ചിലവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് തന്നെ പറയട്ടെ. ചിലവർക്ക് ഒരു പക്ഷെ ചില നിരാശ ഉണ്ടായിട്ടുണ്ടാവാം, ചില ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവാം. പക്ഷെ എല്ലാവരും അതിനെ വിഷയമാക്കിയില്ല. എല്ലാവരും അതിനെ അവര് മാറ്റിവെച്ചിട്ട് ഐക്യത്തോടെയും ആത്മാർത്ഥതയോടെയും ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ. ചിലപ്പോൾ ബൈപ്പാസ് ചെയ്ത് പോയ സ്ഥാനാർത്ഥികളും കൂടി ടിക്കറ്റ് കിട്ടിയ ആളുടെ പുറകെ നിൽക്കുന്നു, അവരൊപ്പം പ്രചരണം ചെയ്യുന്നു. ഒരു റെബൽ സ്ഥാനാർത്ഥിയും ഇല്ല കോൺഗ്രസിന്റെ. നേരെ മറിച്ച് LDFന്റെ 5 പേരാണ് ഞങ്ങളുടെ സൈഡിൽ മത്സരിക്കുന്നത്. അപ്പൊ നിങ്ങളിതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ധൈര്യത്തോട് പറയുന്നു, ഈ തവണ നമ്മളുടെ സന്ദേശം ജനങ്ങളുടെ അടിയിലെത്തിയിട്ടുണ്ട്. ആ സന്ദേശമാണ് നമുക്ക് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കണം. കേരളത്തിലെ യുവാക്കൾ ഈ സംസ്ഥാനവും ഈ രാജ്യവും വിട്ടിട്ട് അന്യ രാജ്യങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങൾക്കും പഠിക്കാനും ജോലി ചെയ്യാൻ പോകുന്ന സ്ഥിതിയെ മാറ്റി ഈ ലിക്കർ റെമിറ്റൻസസ് ലോട്ടറീസിൽ മാത്രം ഇരുന്നിട്ട് ഈ സർക്കാർ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ എത്ര ദയനീയ അവസ്ഥയിൽ എത്തിച്ചത്. ഈ കാലം എല്ലാത്തിനെല്ലാം മാറ്റി ഒരു പുതിയ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമ്മളുടെ യുവാക്കളുടെ ഭാവിക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ പോകുന്ന ഒരു സർക്കാർ കൊണ്ടുവരണം. ഇതാണ് ഞങ്ങൾ എല്ലാവരുടെയും അത്യാവശ്യം. അതിൻ്റെ ഒപ്പം ഞാൻ പ്രചരണം ചെയ്യുന്ന സമയത്താണ് 5-6 ദിവസം മുമ്പാണ് കണ്ടത് നീതി ആയോഗിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. നമ്മളുടെ 18 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ മാനേജ്മെന്റും ഫിസ്ക്കൽ ഹെൽത്തും അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് എഴുതി റാങ്കിങ് ഇറങ്ങിയപ്പോൾ 18 സ്റ്റേറ്റിൽ 15ാമത്തെ റാങ്കാണ് കേരളത്തിന്റെ. ഈ സ്ഥിതി മാറ്റേണ്ടി വരും. നമുക്ക് കോമ്പറ്റൻസ് വേണം, അറിവും കഴിവും അനുഭവമുള്ള ആൾക്കാരെ വേണം. അതിൻ്റെ ഒപ്പം പുതിയ തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന, നാളെക്കുറിച്ച് ചിന്തിക്കുന്ന, ഭാവിയെക്കുറിച്ച് ഫോക്കസായ ഒരു ഗവർണൻസിന്റെ ആവശ്യമായി. അങ്ങനെ ഒരു ഭരണമാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അത്രത്തോളം സന്തോഷത്തോടെ ആൾക്കാരോട് പറയാൻ സാധിച്ചത്, UDFന്റെ വിജയം നിങ്ങൾ എല്ലാവരും വിജയമായി മാറി വരും, കേരളത്തിന് വിജയമായി മാറും. ഞാൻ അവിടെ നിർത്താം. നിങ്ങൾക്ക് പല ചോദ്യങ്ങളുണ്ടാവും. ഐ എം ഹാപ്പി ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ ആസ് യു വിഷ് യു കൻ ആസ്ക്. താങ്ക് യു. ചോദ്യത്തിന് അർത്ഥം മനസ്സിലായി. കാരണം സർക്കാരിന്റെ എതിരാണ് എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്കറിയാം, ഈ 17 വർഷക്കാലം ഞാൻ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഒരാളല്ല. എനിക്ക് എപ്പോഴും വിഷയങ്ങള്, നിയമങ്ങള്, നയമങ്ങള്, ആൾക്കാരുടെ പെരുമാറ്റത്തെ കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഞാനല്ല ചൂണ്ടിക്കാണിക്കേണ്ടത്, ജനങ്ങൾ എന്നെ കണ്ടോട്ടെ എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ വ്യക്തികളെ കുറിച്ച് പറയുന്നില്ല. ഈ സർക്കാരിന്റെ എതിര് മൊത്തം ഒരു വിഹാരമുണ്ട്. അതിന് മാത്രമല്ല, LDF ആര് പറയുന്നു, ഡിഫെൻസീവായിട്ട് പറയുന്നു, അല്ല പക്ഷെ ഞങ്ങളുടെ MLA-മാർക്ക് ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാണല്ലോ എന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുക എന്താണ്, ഈ MLA-മാർക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ,
അവരുടെ പ്രവർത്തനം ഈ ഒന്നും കൊള്ളാത്തൊരു സർക്കാരിനെയാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിനെ നിങ്ങൾക്ക് മാറ്റണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് MLA ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ, ഞങ്ങളും നിങ്ങളെ അതിനേക്കാട്ട് ഇഷ്ടപ്പെടുത്താൻ സാധിക്കുന്ന ഒരു MLA ഞങ്ങൾ തരാം. പക്ഷെ നിങ്ങൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ആ സന്ദേശം ജനങ്ങളുടെ അടിയിൽ എത്തിയിട്ടുണ്ട്. അയ്യോ, ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കിയോ? എന്തൊക്കെയാണ് അതിലുള്ളത്? അവര് 5 വർഷത്തിൽ പൂർത്തിയാക്കാന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളെ അവർ 10 വർഷത്തിൽ പൂർത്തിയാക്കി എന്ന് പറയുന്നു. അതൊരു ഉദാഹരണമാണ് വീട് കെട്ടിക്കൊടുക്കല്. നിങ്ങൾക്കറിയാം, ഒരു സാധാരണ റേറ്റാണ് 1 ലക്ഷം വീട് ഒരു വർഷത്തിൽ കെട്ടാൻ സാധിക്കണം. അപ്പൊ നമ്മൾ ഓരോരോ വിധത്തിൽ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്റെ ഓർമ്മയിൽ 4.64 lakhs ആണ് നമ്മൾ കെട്ടിയത് 5 വർഷത്തിൽ. പക്ഷെ 50,000 വീടുകളുടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരിപ്പോൾ 10 വർഷത്തിൽ 5 ലക്ഷം വീട് കെട്ടി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് പ്രോഗ്രസ് ആണോ? പിന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന വലിയ വികസന കാര്യങ്ങളൊക്കെ എന്താണ്? നാഷണൽ ഹൈവേ, അതിന്റെ അവർ 25% ചെലവാക്കിയിട്ടുള്ളൂ ഭൂമി വാങ്ങാൻ, ബാക്കി എല്ലാം കേന്ദ്ര ചെലവാണ്. ഗെയിൽ പൈപ്പ് ലൈൻ അവർ എതിരിച്ചു. പക്ഷെ അത് അവസാനത്തെ UDF സർക്കാർ ആരംഭിച്ച ശേഷം നമ്മൾ കെട്ടി. അതിപ്പോ അവർക്ക് വലിയൊരു വികസന അച്ചീവ്മെന്റ് ആണ്. വിഴിഞ്ഞം തുറമുഖം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അതിൽ തുടക്കം മുതൽക്ക് ഇൻവോൾവ് ഒരു വ്യക്തിയാണ്. അവരുടെ എതിർപ്പ് 100% ഉണ്ടായിരുന്നു അവസാനത്തെ ദിനം വരെ. അവര് ഭരണത്ത് വന്ന ശേഷമാണ് വിഴിഞ്ഞം തുറമുഖന്റെ ഗുണങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ വലിയ സീരിയസ് ആയി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നേരിട്ട് പറയട്ടെ, ഞങ്ങൾക്ക് കാണിക്കാനുള്ളത് രാജ്യം മുഴുവൻ ഞങ്ങൾ ഭരിച്ച ഒരു പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. ഞങ്ങൾക്ക് അനുഭവമുള്ള, എക്സ്പീരിയൻസ് ഉള്ള, ക്വാളിഫൈഡ് ആയ ഞങ്ങൾക്ക് നേതാക്കളുണ്ട് സർക്കാർ നയിക്കാൻ. ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത UPA സർക്കാരിൽ ഞങ്ങളുടെ 10 വർഷക്കാലം എന്തൊക്കെ ഗ്യാരണ്ടികൾ കൊണ്ടുവന്ന്, എന്തൊക്കെ പൂർത്തിയാക്കി, നമ്മളുടെ രാജ്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മുഖചരിത്രം മാറ്റിയ ഒരു ഭരണമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഇതെല്ലാം കൊണ്ടുവന്ന ഒരു സർക്കാരിന്റെ ആൾക്കാരെയാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ സമയത്ത് ഞങ്ങൾക്ക് കഷ്ടിച്ച ഒരു 1-2 സീറ്റിന്റെ മെജോറിറ്റി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും കൂടി അദ്ദേഹം ഈ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നു, ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു, നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ അതേപോലെ ഈ വരാൻ പോകുന്ന 5 വർഷം നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, UDF സർക്കാർ ചെയ്യുന്ന സേവനം ബൈ കമ്പാരിസൺ വിത്ത് ഈ 10 വർഷക്കാലത്തെ LDF സേവനം നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണും ഇൻ എ പോസിറ്റീവ് വേ. ആരൊക്കെയാണ് എന്താ ചോദിക്കുന്നത്? BJP നിങ്ങൾക്ക് അറിയാമല്ലോ, അവരൊരു 0 സീറ്റ് പാർട്ടിയാണ്. അവരിവിടെ ഈ നമ്മുടെ നിയമസഭയിൽ അവർക്കൊരു വലിയൊരു പിന്നെ പ്രചരണത്തെ ചെലവാക്കാനുള്ള കാശുണ്ട്, നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് കാണുകയും ചെയ്തു. അതിനൊപ്പം പ്രധാനമന്ത്രിയും ഗൃഹമന്ത്രിയും ഒക്കെ വന്നിട്ട് പ്രചരണം ചെയ്തു എന്നൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ 2 കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം. ഒന്നാം കാര്യം, ഈ വരുന്ന വലിയ വ്യക്തിത്വമൊന്നും അല്ല ഈ നഗരത്തിലോ ഈ സംസ്ഥാനത്തോ ഇരിക്കാൻ പോകുന്നത്. അവർ വന്നു പോകും. ഇതൊരു പാർലമെന്ററി ഇലക്ഷൻ അല്ല. ഡൽഹിയിൽ ആരാ ഭരിക്കണം തീരുമാനിക്കുന്ന ഒരു ഇലക്ഷൻ അല്ല. ഇത് കേരളത്തിനെ ആരാണ് നയിക്കാൻ സാധിക്കുക എന്നാണ്. അത് ശ്രീ നരേന്ദ്രമോദിയും അമിത്ഷാ ആയിരിക്കും, നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടാമത്തത്, അവര് ഈ 0 ഏതുവരെ പോകാൻ സാധിക്കും? 1, 2, 3 അവരുടെ മാക്സിമം ഒരു പ്രതീക്ഷ. അപ്പൊ അതോടെ അവരുടെ പെർഫോമൻസിൽ എന്താ പ്രസക്തി? ഞങ്ങളുടെ ഒരു ചെറിയൊരു ചിന്ത ഉള്ളത്, ഈ ആന്റി ഇൻകംബൻസിന് വോട്ടിനെ BJP കൊടുത്തിട്ട് നഷ്ടപ്പെടുത്തരുത്. കാരണം ഈ ആന്റി ഇൻകംബൻസ്, നിങ്ങൾക്ക് സർക്കാർ മാറ്റം ആഗ്രഹമുണ്ടെങ്കിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്ന പകരം UDFന് കൊടുത്താൽ ഞങ്ങൾ ആ മാറ്റം കൊണ്ടുവരും. അതുകൊണ്ട് മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യണു, ആഗ്രഹിക്കുന്നു. അത് BJP കൊടുക്കേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം. അത് മാത്രമല്ല, കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അവർ എവിടെയാണ്, എത്ര സ്ഥലത്തിലാണ് അവർക്കൊരു സാധ്യതയും കൂടി ഉള്ളതെന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പൊ എനിക്ക് വലിയൊരു അതിനെക്കാട്ട് പറയാൻ സോറി. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരു ത്രികോണ മത്സരമാണ് 2 മണ്ഡലത്തിലും. നമുക്കറിയണം, അത് വലിയൊരു അതിശയമല്ല. എന്റെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് BJPക്ക് ഒരു ബേസ് ഉണ്ട്.
ഇത് 1987 വരെ നിങ്ങൾ പുറകെ പോയി നോക്കിക്കോളൂ. ശ്രീ കുമ്മനം രാജശേഖരൻ ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിയമം സെക്കൻഡ് സ്ഥാനത്ത് വന്നു, അടുത്ത ഒരു സ്ഥാനത്ത് എത്തി. അപ്പോ ഇങ്ങനെ ഒരു വിശ്വാസമുള്ള വോട്ടേഴ്സ് ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് വലിയൊരു അതിശയമുള്ള കാര്യമല്ല. ഞങ്ങൾ എല്ലാവരും കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒളിച്ചു പറയല്ല, ഈ 2025 തുടക്കത്തിലേ ഞാൻ പറഞ്ഞു നമ്മുടെ നഗരസഭയിൽ നമ്മളൊന്ന് സൂക്ഷിക്കണം, BJPക്ക് ജയിക്കാൻ കൂടി സാധ്യതയുണ്ട്. എന്റെ പാർട്ടിയുടെ അകത്ത് പറഞ്ഞു, എന്റെ പാർട്ടിക്കാർക്ക് അറിയാം, അവർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾക്കറിയാം തിരുവനന്തപുരത്തിന് നഗരത്തിന് താങ്കൾ ചൂണ്ടിക്കാണിച്ച പ്രത്യേകിച്ച് ഈ 2 സ്ഥലത്തിലും അവർക്ക് ഒരു സാധ്യത കാണുന്നു. പക്ഷേ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഞങ്ങളും ഉണ്ട്. LDFന്റെയും സ്ഥാനാർത്ഥികളുണ്ട്. 2 LDF ആണ് ഇൻകംബൻസ്, അവരുടെ സീറ്റാണ്, അവരാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കൂടുതൽ ഇറങ്ങാനുള്ള ആവശ്യം. പക്ഷെ ഞങ്ങളും അതിനെ പിടിച്ചെടുത്താൻ അഥവാ നിങ്ങൾ LDF സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ടെങ്കിൽ BJPക്ക് കൊടുക്കുന്ന പകരം നിങ്ങൾക്ക് ഒരു MLA കിട്ടുന്ന പകരം ഒരു നല്ലൊരു സർക്കാർ കിട്ടിയതല്ലേ ഭേദം ചോദിച്ചിട്ട് നമ്മൾ ആൾക്കാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നു. സാധ്യതയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ അവരെ തോൽപ്പിക്കാനുള്ള സാധ്യത ഞങ്ങൾക്കുമുണ്ട് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, LDF സമയത്ത് കൊടുത്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ. പലതവണ ഈ 10 വർഷക്കാലത്തിൽ ഭയങ്കര വീഴ്ചകളും ഡിലേസും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അവര് പ്രോമിസ്ഡ് എമൗണ്ട് കൊടുത്തിട്ടില്ല. ഇലക്ഷൻ അടുക്കുമ്പോഴേക്കും വേഗം കാശ് എത്തുന്നുണ്ട്, ആൾക്കാർ വീട്ടിൽ സമ്മതിച്ചു. പക്ഷെ ഇലക്ഷൻ അടുക്കുമ്പോൾ ചെയ്തിട്ട് വലിയ കാര്യമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അവർ കിറ്റ് വിതരണം ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ട് വോട്ട് പിടിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ നമ്മളുടെ കേരള വോട്ടേഴ്സിന്റെ ബുദ്ധിയെ കുറച്ച് ഇൻസൾട്ട് ടു ദയർ ഇന്റലിജൻസ് ആണ് അവർ കാട്ടുന്നത്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ സമയത്ത് തരും കൂടിയാണെങ്കിൽ 3000 രൂപ, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾക്ക് പറയുന്നു ഈ ക്ഷേമ പെൻഷൻ ഒരു നല്ലൊരു കാര്യമാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ പ്രായമുള്ളവർക്ക് ഈ സഹായം കൊടുക്കണം, പക്ഷേ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആവശ്യമുള്ളവർ തുക കൊടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ 3000 രൂപ എന്ന് പറയുന്നത്. സോറി, നോക്ക്, ഈ എണ്ണം പറയുന്നതിൽ എനിക്ക് വലിയ ഒരു വിശ്വാസമില്ല. കാരണം നമ്മൾക്ക് തുടക്കത്തിലേ പറഞ്ഞു 85 മുതൽ 100 പേരാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. 85 to 100 നല്ലൊരു കാര്യമായിരിക്കും, ആരാണ് അത് മോശമാണെന്ന് പറയാ. പക്ഷേ എന്റെ ഒരു മനസ്സിൽ നമ്മളുടെ വിജയം ഒരു കംഫർട്ടബിൾ മെജോറിറ്റി ആയിരിക്കണം. അത് എണ്ണം പറഞ്ഞിട്ടല്ല, ജനങ്ങൾ നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ അത്രത്തോളം അധികാരം നയിക്കാനുള്ള ഈ സർക്കാരിനെ നയിക്കാനുള്ള ഭൂരിപക്ഷം തരണം. അപ്പോൾ കഴിഞ്ഞ തവണ പോലെ 71-72 വേണ്ട, ഒരു നല്ലൊരു മെജോറിറ്റി അതിനും കാട്ടി തരണം എന്നാണ് എന്റെ ആഗ്രഹം. ഒരു സ്പെസിഫിക് നമ്പർ ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ സ്പഷ്ടമായി കണ്ടിരിക്കുന്നത്, ഞാൻ എല്ലാവരുടെയും പോയവിടെ എല്ലാവരുടെയും ജയിക്കുമെന്ന് പറയുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത് നല്ലൊരു ട്രെൻഡുണ്ട് UDFന്റെ ഫേവറിൽ. അത് നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ വിജയം നമ്മളുടെ തന്നെ ആയിരിക്കണം. ആര്? താങ്ക് യു. അഭിനന്ദിക്കുകയും വിഴിഞ്ഞം കോൺക്ലേവിലൊക്കെ അന്ന് തന്നെ വ്യവസായ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ വന്ന് സർക്കാരിനെ അഭിനന്ദിക്കുകയും ലേഖനമടക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവസാനം വന്നിട്ട് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി അല്ലേ? ഇല്ല, കാരണം ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ടിന്റെ വിഷയം ഉദാഹരണം എന്താണെന്ന് അവരെന്നെ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ കൊടുത്ത ഫിഗേഴ്സ് ആണെന്ന്. ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ കണ്ടുപിടിച്ചത് അവര് കുറച്ചൊരു എക്സാജറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതില്. അത് മാത്രമല്ല, കൊച്ചിയിൽ നടക്കുന്ന 1-2 കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച് സംസ്ഥാനം മൊത്തം സഹായിക്കുന്ന നടപടിയല്ല അവരെടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഫാക്ട്സും ഫിഗേഴ്സും വെച്ച് അദ്ദേഹം നല്ല ഹോംവർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ, അദ്ദേഹം എനിക്ക് ചൂണ്ടിക്കാണിച്ചു. അതിൽ കിട്ടിയ ശേഷം ഞാൻ ആ 1 മാസത്തിനകത്ത് തന്നെ പിൻവലിച്ചു. കാരണം ഞാൻ എഴുതിയത് വെറും സ്റ്റേറ്റ് ഓഫ് ഡൂയിങ് ബിസിനസ്, എന്താണ് അതിന്റെ പേര്, ഈസല്ല സോറി സ്റ്റാർട്ടപ്പ് റിപ്പോർട്ട്, വേൾഡ് സ്റ്റാർട്ടപ്പ് റിപ്പോർട്ട് കണ്ടിട്ടാണ് ഞാൻ എന്റെ ആർട്ടിക്കിൾ എഴുതിയതും. അത് കണ്ട് വായിച്ചിട്ട് മനസ്സിലായി. ഞാൻ വേൾഡ് സ്റ്റാർട്ടപ്പ് റിപ്പോർട്ട് എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വെറും സംസ്ഥാന സർക്കാർ കൊടുത്ത ഫിഗേഴ്സിനെ ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്നു, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എന്റെ രീതി അറിയും. ഏത് സർക്കാരും, ഞങ്ങളുടെ ആണോ വേറെ മറ്റു സർക്കാരാണോ, ഒരു നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ അംഗീകരിക്കാനും അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് ഞാൻ ആ കാലത്ത് ചെയ്യും. എനിക്ക് എല്ലാറ്റിനും ഞാൻ രാഷ്ട്രീയം കാണുന്നില്ല. അവസാനത്തിൽ രാഷ്ട്രീയം എന്തിനാണ്? നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനും നാടിന് നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നു, അവരും അത് പറയുന്നു, അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. അഥവാ അവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ അതിനെ സമ്മതിക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ അവർക്ക് കൊടുത്ത അംഗീകാരം കുറച്ച് പ്രമച്ചുവർ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ അതിന് പിൻവലിച്ചു. മറ്റേ വിഷയം നിങ്ങൾ പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തില്
അതില് പിന്നെ അത് അവര് എതിരിക്കായിരുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അവർ എതിരിച്ചു. ഭരണത്തിൽ വന്ന ശേഷം അവർ ഉത്തരവാദിത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ തന്നെ വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡിലാണ്. അപ്പൊ മുഖ്യമന്ത്രി ചെയർ ചെയ്യുന്ന എല്ലാ വിഴിഞ്ഞത്തിനെ ബന്ധപ്പെട്ടുള്ള മീറ്റിംഗിലും ഞാൻ തന്നെ പങ്കെടുക്കും. ഞാനെന്റെ അഭിപ്രായം പറയും. എന്റെ സ്വാധീനം അതിലുണ്ട്. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്റെ ഒരു ഭാഗമുണ്ട് ഈ ബോർഡ് വിഷയങ്ങൾ വരുമ്പോൾ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പിന്നെ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോകണമെന്ന് പറയാൻ വലിയ വിഷമമൊന്നുമില്ല. അതുപോലെ തന്നെ ചില കുഴപ്പങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാനും ആവശ്യമുള്ളപ്പോൾ ലീഗൽ ആക്ഷൻ എടുക്കാൻ കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവരതിനെ എതിരിച്ച ശേഷം അതിനുവേണ്ടി ഇന്ന് ക്രെഡിറ്റ് എടുക്കുന്നത് കുറച്ചൊരു ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്റെ മനസ്സിൽ. കാരണം ഞങ്ങൾക്കാണ് ചിന്തിക്കാൻ സാധിച്ച ഇങ്ങനെ ഒരു തുറമുഖ ഈ നാടിന്റെ ആവശ്യമാണെന്ന്. അത് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശരി, പക്ഷെ അത് ആരായാലും കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ ഭരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ഞങ്ങൾക്ക് വികസനമാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും നോക്കൂ, നമ്മുടെ നാട്ടിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എല്ലാവരെയും സഹകരണം ഉണ്ടാവണം. ഞാൻ ഇന്ന് അവരുടെ പരാജയം പ്രതീക്ഷിച്ചിട്ട് ഞാൻ CPM-കാരോട് പറയുന്നു, ദയവ് ചെയ്ത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ചുവന്ന കൊടി കാണിച്ചിട്ട് ഹർത്താലും വിഷയങ്ങളൊന്നും കൊണ്ടുവരരുത്. വികസനം നടക്കട്ടെ. നിങ്ങൾ ഈ 10 വർഷക്കാലം വികസനത്തിന് വേണ്ടി നിന്നവരാണെങ്കിൽ വികസനം വരുമ്പോൾ അതിന് മുന്നാലെ എതിരിക്കാതിരിക്കണം. കഴിഞ്ഞ തവണ നിങ്ങൾ കാട്ടിയത് അനാവശ്യമായിട്ട് പല കാര്യങ്ങൾ എതിരിച്ചതിന് നിങ്ങൾ തന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത് വരാൻ പോകുന്ന 5 വർഷം ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതേപോലെ മുന്നോട്ട് പോകാൻ സഹകരിക്കൂ എന്നാണ് ഞാൻ പറയുമ്പോൾ. ഈ കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടിയെ സംബന്ധിച്ച് പറയുമ്പോഴേ ഈ നിലവിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും വയനാട് പ്രഖ്യാപിച്ച വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. വീട് എവിടെ ആ ഫണ്ട് പിരിക്കാൻ ആപ്പിനെ കാണാനില്ല. എല്ലാം അപ്രത്യക്ഷമായി. അല്ലല്ല, ഭരണം എവിടെയെന്നും ചോദിക്കാമല്ലോ. ഭരിക്കുന്നവർക്കാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഒരു സംശയമുണ്ടോ? ഈ സർക്കാരിന് കാശുണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഉണ്ട്, കേന്ദ്രത്തിന് കിട്ടുന്ന ഡിസാസ്റ്റർ റിലീഫ് അസിസ്റ്റൻസ് ഉണ്ട്. അവരുടെയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പ്രതിപക്ഷ പാർട്ടികൾ, ഞങ്ങളോ മുസ്ലിം ലീഗോ എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ ഒരു ആത്മാർത്ഥതയോടും ജനസേവനത്തിന് സ്പിരിറ്റിൽ ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യുന്നത് ഒരിക്കലും സംസ്ഥാന സർക്കാരിന്റെ ലെവലിൽ എത്താൻ സാധിക്കും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഭരിക്കുമ്പോഴും ഏത് പ്രതിപക്ഷ പാർട്ടി വന്നാലും അവരെക്കാട് ഇരട്ടിയോ മൂന്നിരട്ടി ചെയ്യാൻ സാധിക്കുന്ന സാധ്യത ഉണ്ടാവും ഒരു നാളെ ഒരു ജനനം വന്നാൽ. അതിനാണ് സർക്കാരിനെ നമ്മൾ തെരഞ്ഞെടുപ്പിക്കുന്നത്. അവരാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പൊ നിങ്ങൾ മാധ്യമക്കാർ അവരോട് ചോദിക്കുന്ന പകരം എന്താ ഞങ്ങളോട് ചോദിക്കുന്നത്? പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഭരിക്കുന്നവരോട് ചോദിക്കണ്ടേ? അവരെല്ലാവരും കണക്ക് ശരിക്ക് തന്നിട്ടുണ്ടോ? അവര് തന്ന വാഗ്ദാനങ്ങൾക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടോ? സമയത്ത് ചെയ്തിട്ടുണ്ടോ? അവരോട് ചോദിക്കണ്ടേ? അല്ല, അതെല്ലാം എന്റെ അറിവില് KPCC പ്രസിഡന്റ് അതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഈ ഇലക്ഷൻ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്നത് ഞങ്ങളുടെ ഭരണത്തിൽ വന്നാലാണ്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ മാത്രമേ ഇനി നാളെ ഞങ്ങളെ നിങ്ങൾ തോൽപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ എവിടെ നിങ്ങൾ ഗ്യാരണ്ടി പറയാൻ വല്ല കാര്യമുണ്ടോ? ജയിച്ച് വന്ന ഭരണം ചെയ്യുന്നവർക്കാണ് ഗ്യാരണ്ടി ഇറക്കേണ്ടത്. ആ ഗ്യാരണ്ടി ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ വാഗ്ദാനം കൊടുത്തു. നിങ്ങൾ തന്നെ ചോദിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ അവകാശം ഉണ്ടാവും ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത്. അതും കൂടി എന്റെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം വേണമെങ്കിൽ ഈ വാഗ്ദാനമൊക്കെ കർണാടകയിലും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കർണാടകയിൽ എല്ലാം നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം എന്നെ സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് സൗജന്യ യാത്ര പ്രതിസന്ധിയിലാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക എന്തുകൊണ്ടാണ് കാരണം. ഞങ്ങളുടെ ഉദ്ദേശത്തിൽ ഞങ്ങൾ വരുമാനം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞങ്ങൾ ചിന്തിക്കാതെയല്ല ഈ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. പറയൂ. സോറി. അതെ. ഇല്ല, എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം രണ്ട് സൈഡിനും ഒരു ആവശ്യമാണത്. CPM-ന്റെ ആഗ്രഹമാണ് BJPക്ക് കുറച്ച് ചില സ്ഥലത്ത് വോട്ട് കിട്ടിയാൽ ആന്റി ഇൻകംബൻസി വോട്ട് ഡിവൈഡഡ് ആവും. അപ്പൊ അവര് ദൗർബല്യം ചില ഭാഗത്തുള്ളത്. അവരുടെ ആഗ്രഹമാണ് കുറച്ച് വോട്ട് BJPക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കില്ല എന്നൊരു ആഗ്രഹം. അതാണ് അവരുടെ ആഗ്രഹം. BJPയുടെ ആഗ്രഹം പല ഭാഗത്തിലും അവർക്ക് തീരെ സാധ്യതയില്ല എന്ന് അവർക്ക് നല്ലോണം അറിയാം. അപ്പോ അവിടെ അവരുടെ വോട്ട് CPM-ന് കൊടുത്താൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് അവരുടെ വിശ്വാസമാണ്. കാരണം അവരുടെ വിശ്വാസമാണ് കോൺഗ്രസ് ഈ തവണ കേരളത്തിൽ ജയിച്ചാൽ അത് BJPയെ ദേശത്തിലെ ദോഷം ചെയ്യും. കാരണം നമ്മൾക്ക് നിലവിലില്ലാത്ത ഒരു സംസ്ഥാനം നമ്മൾ പിടിച്ചെടുത്താൽ ആ നാഷണൽ ലെവലില് ഞങ്ങളുടെ ഭയങ്കര ഒരു ഊർജ്ജം വരും. ആ മൊമെന്റത്തോടെ ഞങ്ങൾ അവരെ
കേന്ദ്രത്തിൽ എതിർക്കാനുള്ള ഞങ്ങളുടെ ശക്തി കൂടുതലാവും. അതുകൊണ്ട് അതിനെ തടുക്കാൻ വേണ്ടി അവര് പ്രിഫറൻസാണ് പിന്നെ CPM ജയിക്കാൻ. ഇത് സ്പഷ്ടമായിട്ടുണ്ട്. അവര് പെരുമാറ്റത്തിലും ചില ടിക്കറ്റ് കൊടുത്തതും കൂടി ചില മനഃപൂർവ്വമായിട്ട് ദൗർബല്യ സ്ഥാനാർത്ഥികളെ ചില ഭാഗത്ത് നിർത്തിയിട്ട് നിങ്ങൾ എല്ലാവരും കണ്ട് നിങ്ങളൊക്കെ എഴുതിയ കാര്യങ്ങളാണ്, നിങ്ങളൊക്കെ മാധ്യമത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഈ ലോജിക്ക് കണ്ടിട്ടാണ് ഞങ്ങളുടെ നേതാക്കളൊക്കെ ഈ ഡീല് കണ്ട് സംസാരിച്ചത്. പക്ഷെ ഞാൻ തുടക്കം മുതൽക്കേ പറഞ്ഞൊരു കാര്യമാണ്, അവര് എന്ത് ഡീലും തമ്മിൽ ചെയ്തോട്ടെ, ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ഞങ്ങളുടെ ഡീൽ ഒരു ഗുഡ് ഗവർണൻസ് ഡീലാണ്. ജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു സർക്കാർ കൊണ്ടുവരും. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണി നമ്മളേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് ഞങ്ങളെ ഭാവിയെക്കുറിച്ച് ഈ നാടിനെ നിലനിർത്താനും നമ്മളുടെ യുവാക്കളെ ഈ സംസ്ഥാനത്ത് നിലനിർത്തി അവർക്കൊരു ഭാവി കൊടുക്കാനും ഇതിനൊക്കെ UDF നിൽക്കുന്നുണ്ട്. ആ പ്രവർത്തനം ചെയ്യാനാണ് ഞങ്ങൾ വേണ്ടത്. അതാണ് ഞങ്ങളുടെ ഡീല്. വി ഗ്യാരണ്ടി യു എ ഗുഡ് ഗവൺമെന്റ്. അതാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് കിട്ടും. അതെ, മറ്റാരുണ്ടോ എന്ന് ചോദിക്കണത് ഒരു 40 കോടി എത്രയാണ് നമ്മൾ 40 മില്യൺ 4 കോടി ജനങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്തിൽ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, ഇങ്ങനെ ഒരു പഴയ ചൊല്ലുണ്ട്, ഇൻഡിസ്പെൻസിബിൾ പീപ്പിളെ കുറിച്ച് ഞാൻ പറയുന്നില്ലേ, നിങ്ങൾ വേറെ വല്ലതും വിചാരിക്കുമ്പോൾ ഞാൻ കോട്ട് ചെയ്യുന്നില്ല. പക്ഷേ യു കൻ ലുക്ക് ഇറ്റ് അപ്പ്. ആരും ഏത് സംസ്ഥാനത്തും ഇൻഡിസ്പെൻസിബിൾ അല്ല. നമ്മൾ എല്ലാവരും സഹകരിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കണം. കോൺഗ്രസിന്റെ രീതി നിങ്ങൾ എല്ലാവർക്കും അറിയാം. അവർ കുറെ വർഷങ്ങളായിട്ടും പല സംസ്ഥാനത്തിലും പറഞ്ഞ കാര്യമാണ്. ഇലക്ഷൻ സംഭവിച്ച ശേഷം ജയിച്ച MLA-മാരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ആ രീതി നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടമുണ്ടാവില്ലായിരിക്കാം. അത് ആ രീതിയല്ല വേണ്ടത് ജനങ്ങൾക്ക്, നിങ്ങൾ വിചാരിച്ചോളൂ. പക്ഷെ ഇതാണ് കോൺഗ്രസിന്റെ രീതി. അവർ തുടക്കം മുതൽക്കേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഉണ്ടാവും. പക്ഷെ അതിനെക്കാട്ടും ഞാൻ പറയട്ടെ, നല്ലൊരു ടീം ഉണ്ടാവും. മന്ത്രിമാരും കഴിവുള്ളവരും എല്ലാ ഭാഗത്തുനിന്നും എല്ലാ പ്രായത്തിന്റെയും എല്ലാ വിധത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ജനങ്ങളുടെ ആശങ്കയും ആവശ്യവും ഒക്കെ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള മന്ത്രിമാരും ഒരു ടീമും ഉണ്ടാവും. ടീമിന്റെ വിജയമായിട്ട് എടുത്താൽ മതി. റൈറ്റ്? Okay, English, go ahead. Who's asking in English? Yes, Ashwin. Yeah. This elections, what is the kind of an anti-incumbency factor that is going to come in? Will be beneficial for the BJP, especially at a time when there's a considerable erosion of the Hindu votes both in the OBC Irava community and the Nayak community that is being predicted by many election pundits. Well, look, do you see that as a disadvantage for the Congress party? No, there is an anti-incumbency generally in that people feel that it's time for a change. And indeed, the CPM is hoping for exactly what you said, that some of that anti-incumbency vote might go to the BJP instead of the Congress, thereby enabling them to squeeze through. Our argument to the very intelligent Kerala electorate is, why should you waste your vote on a party that has no chance of coming to power? If you want a change of government, the responsible thing to do is to vote for the UDF, because we can provide a change of government. Plus, we are offering you experience, we are offering you years of service, we're offering you a track record both of the center and in the state, and we will give you good governance, rather than wasting your vote on an untested party, which frankly has very little by way of roots in this state, where you may sort of register a protest against the misgovernance of the LDF, but you are not going to get yourself any particular benefits, because they are nowhere close. They're a zero-seat party in the assembly. They're nowhere close to being a factor in government formation. But the BJP is arguing outside Parashala or outside Walayan. It is the UDF and the LDF is pretty much the same team. They're playing WWF over here. I don't think there's any basis for that, because our interests are fundamentally opposed. The LDF is sitting in the government. They want to stay in the government. We have been sitting in the opposition. We want to replace them in the government. These are incompatible fundamental objectives. It is inconceivable that a party that desires to replace the LDF in government would in any way have any interest in colluding with them. And frankly, nor is there any logic, because the BJP is not such a threat that the two of us need to collude on anything. Frankly, you will find that in every case, including in response to the young lady's question where I talked about the Trikona Malsaram, the three-cornered fight, even in the two constituencies where the BJP is said to have a chance,
Both Congress and LDF are fighting tooth and nail. No one is going to be giving their votes to the other side. We want to win. Each of us believes we can win. Yeah. Sorry, you want another question? Go ahead. This pollution is what I'm talking about. They say what the BJP essentially is arguing is that whether you vote for the LDF or the UDF, they pretty much have an understanding, tacit understanding, and they are pretty much the same because they ally, for example, in Tamil Nadu where elections are around the corner. No, look, on other issues in other states, we are allied. But in Kerala, we have not been allied, and we haven't ever had any reason to give people any doubt that our opposition is uncompromising. Don't forget, they've been in power for 10 years. Who have you heard raising the most effective voices against the government? Who has been pointing out their corruption, their failures, their misrule? It has consistently been the Congress, it has consistently been the UDF. So my own view is that this is a preposterous question because there is no reason for us in Kerala to give them any quota. Yes, in other states the realities are different. Frankly, in Tamil Nadu, neither CPM nor Congress looks at the moment ready to come to power on their own. So we have both joined up with a like-minded major party and we are likely to win Tamil Nadu. The situation may be different in other states. We may not be together with them. We are not together with them in Bengal, for example. But the truth is that when you get to the national level, state issues recede in prominence, and then you look at things like, do you share our convictions on secularism? Do you share our convictions on people's rights? Are you for defending some of the institutions whose integrity is being hollowed out? On those kinds of issues, if we see eye to eye in Delhi, then we'll certainly ally in Delhi with each other against the central government. But in Kerala, the issues are different. Those are not the issues. We can both profess secularism, but disagree on how to actually create a better life for our people. The FCRA bill has been now shelved by the BJP. Do you think it is going to be a rallying point? Now elections are just a day away. Well, it is a matter of grave concern because, you know, the FCRA bill, apart from the ridiculous timing of it, right in the middle of the election campaign, when their own party here is trying to reach out to the Christian community, is a very dangerous bill in its own right. Because it's basically saying, and by the way, we have not opposed the idea of regulating FCRA, that's normal, but it's saying that if we decide not to renew your license, or we take our sweet time to renew your license, or we cancel your license, we have the right to confiscate anything you've ever built with foreign contributions. Which means that we can take over your churches, your schools, your hospitals, your orphanages. Now that is a complete violation of natural justice. How on earth can the government, which has not contributed to any of these, either their construction or their operation, assume the right to take over these institutions, to dispose of them, to keep the proceeds and so on? That, to my mind, is utterly bizarre. Because all you're talking about is somebody's right to receive foreign money. You can regulate that as a sovereign government, and you have every right to supervise it. But you have no right to confiscate assets that are not yours. That is called expropriation in law, and that is completely illegal. So to make it legal by passing a law like this is frankly unacceptable. In fact, if you check my social media, I tweeted about 12 or 13 days ago when I had spoken to one of the archbishops in Kerala, Archbishop Thomas Tharayil, who was very concerned about this bill. I had studied the bill in response to his request because I had already left Delhi when the bill had come out. I had come to campaign here. And I agreed that these concerns are very serious, and I issued a series of 3 tweets pointing out these concerns. And I must say that the opposition was united in opposing this, and I mean by this the opposition in Delhi, which means including the CPM. We have all said that this is wrong, and I'm glad that the government has seen the wisdom of holding it back for now. They have not withdrawn the bill, as you said, they have basically just held it back. And they have the right, in theory, to reintroduce it again when the Kerala elections are over. We hope they won't do it. We hope that at the very, very least they will send it to a select committee or a standing committee to study in detail, because the implications of such a bill are truly grave for the country and for the rights of minorities that have built these institutions to perform social service. And many of us, including me,
have been beneficiaries of the social service provided by the church, by church organizations. There are orphanages which have catered to non-Christian children. There are hospitals which have catered to patients of every community. And I think it's absolutely unacceptable that such institutions and hospitals and schools should be taken over by a government for no other reason than they decided not to renew a license. If you don't renew a license, then all that should mean is in future, this particular group can no longer receive foreign contributions. It does not give any government the right to retrospectively seize properties that have actually been built without any government involvement and run without any government involvement for the welfare of society. Okay? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.